രാജ്യം അതിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ തന്നെ രാജ്യത്ത് ഒരുപാട് കലുഷിതമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനയെയും രാജ്യത്തിന്റെ അഖണ്ഡതയെയും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസയോഗ്യമായ ഫോണുകളിൽ പോലും അല്ലെങ്കിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പോലും ഒരുപാട് അപാകതകളും വീഴ്ചകളും അതുപോലെ വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് രാജ്യം ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുകയും അതിൽ അവർ അവരുടെ ജീവൻ പോലും ത്യജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എന്ന രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വരാജ്യ സ്നേഹവും ആ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതും അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നതുകൊണ്ട് തന്നെ അവനൊരു വിശ്വാസി എന്ന തലത്തിലെടുക്കുമ്പോൾ രാജ്യത്തിനോടൊപ്പം നിൽക്കുകയും രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നത് അവന്റെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏത് മേഖലയെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരുപാട് ധീരരക്ഷസാക്ഷികളെയും ധീരരായ ഒരുപാട് മഹത്തുക്കളെയും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. നമുക്കറിയാം, മഹാനായ ടിപ്പു സുൽത്താനെ പോലെ, അതുപോലെ തന്നെ ഷൗക്കത്ത് അലിയെ പോലെ, മുഹമ്മദ് അലിയെ പോലെ, അതുപോലെ കുഞ്ഞാലി മരക്കാരെ പോലെ, സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലെ, മമ്പുറം തങ്ങളെ പോലെ, വെളിയങ്കോട് ഉമർ ഖാലിയെ പോലെ, എന്തിനേറെ വൈദേശികാധിപത്യത്തിന് വേണ്ടി അവർക്കെതിരെ പോരാടിയ ഒരുപാട് പോരാട്ട വീരത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന് ഇന്ത്യ രാജ്യത്തിനോടും പുതിയ തലമുറകളോടും പറഞ്ഞു കൊടുക്കുവാനുണ്ട്. നമുക്കറിയാം, നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ 1 മുതൽ 7 ക്ലാസ് വരെ അറബി മലയാളത്തിലാണ് പഠിക്കുന്നത്. കാരണം നാം ഇന്ത്യക്കാരാണ്, കേരള സംസ്ഥാനത്തിൽ മലയാള ഭാഷ സംസാരിക്കുന്നവരായതുകൊണ്ടാണ് നമ്മുടെ മക്കളെ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ നാം അറബി മലയാളം പഠിപ്പിക്കുന്നത്. അങ്ങ് ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് ചെന്നാൽ നമ്മളുടെ മക്കൾ ഇതുപോലെ മദ്രസയിൽ ഇരിക്കുന്നത് പോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നമ്മളുടെ മക്കൾ 1 മുതൽ 7 വരെ പഠിക്കുന്ന അതേ പാഠപുസ്തകങ്ങൾ അറബി മലയാളത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ മദ്രസകളിലും അറബി മലയാളത്തിൽ പഠിക്കുന്നതായി കാണാം. അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭാഗമായ എന്നാൽ കേരളത്തിൽ പെടാത്തതായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എന്തുകൊണ്ടായിരിക്കും അറബി മലയാളത്തിൽ ഒരു പുസ്തകം രചിക്കേണ്ടി വന്നത്? അല്ലെങ്കിൽ അവിടുത്തെ മക്കളെ എന്തുകൊണ്ടായിരിക്കും അറബി മലയാളം പഠിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1900 സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഒരുപാട് ആളുകളെ മലപ്പുറം ജില്ലയിൽ നിന്നും അതിന്റെ പ്രദേശങ്ങളിൽ നിന്നും വള്ളുവനാട് ഒരുപാട് ആളുകളെ നാട് കടത്തപ്പെടുകയുണ്ടായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക്. ഇന്ന്